സ്കൂൾ സമ്പ്രദായം നമ്മളെ പഠിപ്പിക്കുന്നത് വർക്കേഴ്സ് ആവാനാണ്, ഓണേഴ്സ് ആകാനല്ല. നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിനെ കുറിച്ച് കേൾക്കുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്നാണിത്. സ്കൂൾ നമ്മളെ അനുസരണ പഠിപ്പിക്കുന്നു, സമയനിഷ്ഠ പഠിപ്പിക്കുന്നു, മത്സരബുദ്ധി ഉണ്ടാക്കുന്നു, നിലവിലുള്ള സിസ്റ്റത്തോട് ഒത്തുപോകാൻ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതൊക്കെ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു നല്ല വർക്കർ ആവാൻ എളുപ്പമാണ്. ഒരു ഓഫീസിന്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് അവിടുത്തെ ബോസിനെ ചോദ്യം ചെയ്യാതെ 9 to 5 പണിയെടുത്ത് ജീവിക്കാനുള്ള ഒരു പരിശീലനം നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിത്തുടങ്ങുന്നുണ്ട്. എന്നാൽ ഇത് മാത്രം മതിയോ ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ ഫുൾ പൊട്ടൻഷ്യലോടെ ജീവിക്കാൻ? ഒരു സമൂഹത്തിലെ അതിന്റെ പഴകിയ ശീലങ്ങളിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ കഴിവുള്ള പൗരന്മാരാകാൻ ഇത് മാത്രം മതിയോ? നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കാത്ത ചില കാര്യങ്ങളുണ്ട്, എന്നാൽ ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ചില കാര്യങ്ങൾ. സ്കൂളിൽ മികച്ചു നിന്നാലും ജീവിതത്തിൽ ചിലർ തോറ്റുപോകുന്നത് ഈ അറിവില്ലാത്തത് കൊണ്ടാകാം. അത്തരം ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ. സ്കൂൾസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സ്ഥലത്ത് നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നതാണെങ്കിൽ, ഞാൻ ഇനി പറയാൻ പോകുന്നത് എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ കാര്യം നെഗോഷിയേഷൻ സ്കില്ലാണ്. ജീവിതത്തിൽ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാമെന്ന് സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്നില്ല, എന്നാൽ അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ആവശ്യവുമാണ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു ജോലി കിട്ടിയാൽ അതിന് നല്ല സാലറി കിട്ടാൻ പോലും നെഗോഷിയേഷൻ സ്കിൽ ആവശ്യമാണ്. ഇതിന് ഞാൻ എന്റെ ലൈഫിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം പറയാം. അക്കാഡമിയിൽ നിന്ന് മാറി ഒരു കമ്പനിയിൽ ആദ്യമായി എനിക്കൊരു ജോലി കിട്ടിയ സമയം എന്തായാലും സാലറിയെ കുറിച്ച് ഒരു ഡിസ്കഷൻ ഉണ്ടാകും. ഞാൻ മനസ്സിൽ വിചാരിച്ചത് എനിക്ക് അതുവരെയുള്ള ജോലിയിൽ എന്താണോ കിട്ടിയിരുന്നത് അതിൽ നിന്ന് ഒരു ഇത്തിരി കൂടുതൽ കിട്ടിയാൽ നല്ലത് എന്നാണ്. ഞാൻ ചുമ്മാ എന്റെ ഒരു ഫ്രണ്ടിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പൊ അവൻ പറഞ്ഞത്, ഇപ്പൊ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു 1.5 മടങ്ങ് മിനിമം ചോദിച്ചാലേ അവർ ഒരു 25% കൂടുതലുള്ള ശമ്പളം തരൂ എന്നാണ്. സത്യത്തിൽ എനിക്കത് ചോദിക്കാൻ മടിയായിരുന്നു. അത്രയ്ക്ക് ചോദിക്കുന്നതൊക്കെ തെറ്റല്ലേ എന്ന ചിന്ത. എന്തായാലും ഞാനത് ചോദിച്ചു. ഞാൻ ചോദിച്ചത് കിട്ടിയില്ലെങ്കിലും അതിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സാലറി തന്നെ എനിക്ക് കിട്ടി. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഏത് സിറ്റുവേഷനിലും നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ അത് ലൈഫ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുമെന്നും. ഇനി നെഗോഷിയേഷനെ മറ്റുള്ളവരെ പറ്റിച്ചാണെങ്കിലും തനിക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുന്ന സ്കില്ലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറെ പേരുമുണ്ട്. ഈ അടുത്ത് ഞാൻ തിങ്ക് അഗൈൻ എന്നൊരു പുസ്തകം വായിച്ചു. അതിൽ പറയുന്ന എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം, നെഗോഷിയേഷൻ, ഡിബേറ്റിംഗ്, ഇതിലൊക്കെ മറ്റേയാളെ പറഞ്ഞു തോൽപ്പിക്കുക എന്നൊരു ആറ്റിറ്റ്യൂഡ് അല്ല നമുക്ക് വേണ്ടത്. അതായത് ഒരാൾ ജയിച്ചാൽ മറ്റേയാൾ തോറ്റു എന്നല്ല, മറിച്ച് രണ്ടുപേരും കൂടിയുള്ള ഒരു ഡാൻസ് പോലെയായിരിക്കണം അത് എന്നാണ്. രണ്ട് പാർട്ടിയും പരസ്പരം കേൾക്കുന്ന, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, രണ്ട് പാർട്ടിക്കും ഗുണമുള്ള ഒരു ഔട്ട്കം ഉണ്ടാകുന്ന ഒരു ഡാൻസ് പോലെയായിരിക്കണം നെഗോഷിയേഷനും ചർച്ചകളും ഒക്കെ. ഇവിടുത്തെ മെയിൻ പോയിന്റ്, ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഇതൊക്കെ ശരിക്ക് ഞാൻ നേരത്തെ അറിഞ്ഞിരിക്കേണ്ട, ഒരു പക്ഷേ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കേണ്ട ഒരു കാര്യമല്ലേ എന്നാണ്. കാരണം നെഗോഷിയേഷൻ സ്കിൽസ് അവിടെ മാത്രം നിൽക്കുന്ന ഒന്നല്ല. പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങളെ സെൽ ചെയ്യാൻ അത് ഉപകരിക്കുമെങ്കിൽ, പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ ആവശ്യം മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ, അത് നേടിയെടുക്കാനൊക്കെ ഈ സ്കില്ല് വേണം. പൊതുവെ സ്ത്രീകൾക്ക് അവരുടെ അപ്ബ്രിംഗിംഗ് കാരണം നെഗോഷിയേഷൻ സ്കിൽസ് കുറവാണെന്ന് പഠനങ്ങളുണ്ട്. അങ്ങനെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ, ഒരു മിഡിൽ ഗ്രൗണ്ടിൽ എത്താനൊന്നും നമ്മൾ പ്രാപ്തരാകുന്നില്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ നന്നായി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്നാൽ നിർഭാഗ്യവശാൽ സ്കൂളിൽ നമ്മളെ ഈ സ്കില്ലിൽ ട്രെയിൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത്, ഈ അടുത്ത് പുറത്ത് ഇന്ത്യക്കാരെ കുറിച്ച് ഒരുപാട് ചർച്ചയാകുന്ന ഒരു കാര്യമാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ മോശം സിവിക് സെൻസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തന്നെ. വേറൊന്നും പഠിപ്പിച്ചില്ലെങ്കിലും പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടതെങ്കിലും നമ്മൾ പഠിപ്പിച്ചിരിക്കേണ്ടതാണ്. നമ്മളെ ലോകം മുഴുവൻ കളിയാക്കുന്ന ഒരു സംഗതിയായി അത് മാറിയിട്ടുണ്ട്. സിവിക് സെൻസ് എന്നത് വളരെ വലിയൊരു കോൺസെപ്റ്റ് ആണ്. ഒരു സമൂഹത്തിൽ എങ്ങനെ മാന്യമായി ഇടപെടണം, മറ്റു വ്യക്തികളോട് എങ്ങനെ മാന്യമായി പെരുമാറണം, പബ്ലിക് സ്പേസുകൾ എങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. നമ്മളൊരു വ്യക്തി മാത്രമല്ല, ഒരു സൊസൈറ്റിയുടെ ഭാഗം കൂടിയാണ് എന്നത് നമ്മൾ നിരന്തരം ഓർമ്മിക്കേണ്ട ഒന്നാണ്. വലിയ വലിയ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവർ വരെ നമ്മുടെ നാട്ടിൽ ഒട്ടും സിവിക് സെൻസ് ഇല്ലാതെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു കാരണം സ്കൂളിൽ അത് പഠിപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ്. സത്യത്തിൽ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം, നമ്മുടെ സ്കൂൾ സിസ്റ്റം നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തി പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഇതൊക്കെ ഉൾപ്പെടുത്തി ഇന്ററാക്റ്റീവ് ആൻഡ് രസകരമായ രീതിയിൽ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. വെരേഡ് എന്നാണ് ആപ്പിന്റെ പേര്. ഫോർ എക്സാമ്പിൾ, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ സിവിക് സെൻസിന്റെ കാര്യം എടുക്കാം. വെരേഡ് ആപ്പിൽ ബീയിങ് ഗുഡ് ഇൻ പബ്ലിക് എന്ന ചാപ്റ്റർ എടുത്താൽ അതിലെ പല ലെസൺസ് കാണാം. ഒരു ഉദാഹരണത്തിന് അതിലെ ട്രാഷ് ഫ്രീ കമ്മ്യൂണിറ്റി എന്ന ലെസൺ എടുത്താൽ കുട്ടികളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പിന്നെ സിമ്പിളായി എന്നാൽ എഫക്റ്റീവായ രീതിയിൽ എന്തുകൊണ്ട് പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണെന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ ചാപ്റ്റർ. അതുപോലെ കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ എന്നാൽ സ്കൂളിൽ പഠിപ്പിക്കാത്ത മറ്റു കുറെ കാര്യങ്ങൾ ഈ ആപ്പിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും. ഈ ആപ്പിന്റെ ഇയർലി സബ്സ്ക്രിപ്ഷൻ ഫീ വെറും 199 രൂപയാണ്. അതായത് ഒരു സിനിമ കാണാൻ ചെലവാക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ ചെലവാക്കുന്നതിൽ കുറഞ്ഞൊരു എമൗണ്ട് മതി ഈ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും അവരുടെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയും നല്ലൊരു സൊസൈറ്റിക്ക് വേണ്ടിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഈ 199 രൂപ എന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ഈ ആപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ പോയിന്റ്സിലേക്ക് തിരിച്ചു വന്നാൽ, ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് റെസിലിയൻസ് ആണ് സ്കൂളിൽ പഠിപ്പിക്കാൻ
പഠിപ്പിക്കാത്ത അടുത്ത ഇമ്പോർട്ടന്റ് കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുക, മാനേജ് ചെയ്യാൻ പഠിക്കുക. ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും വേണ്ട ഒരു സംഗതിയാണിത്. നമ്മുടെ കരിയറിനും വ്യക്തി ജീവിതത്തിനും ഒരുപോലെ വേണ്ട ഒന്ന്. പക്ഷേ ഈ ഒരു ആസ്പെക്ടിനെ നമ്മുടെ സ്കൂൾസ് പാടെ ഇഗ്നോർ ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. പരീക്ഷയിൽ തോറ്റതിന് ആത്മഹത്യ ചെയ്യുന്നവർ, പഠനഭാരം കാരണം മെന്റലി ബ്രേക്ക് ഡൗൺ ആകുന്നവർ, അങ്ങനെ വാർത്തകൾ നിരവധിയാണ്. ബുള്ളിയിങ്, റാഗിംഗ് ഒക്കെ കുറഞ്ഞു വരാൻ, എമ്പതിയോടെ ജീവിക്കാൻ, കോൺഫ്ലിക്റ്റിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചിരുന്നെങ്കിൽ നല്ലതല്ലേ? അടുത്തത് പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ് ആണ്. കുക്കിംഗിന്റെ ബേസിക്സ്, ട്രാഫിക് നിയമങ്ങൾ, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് ആയ വീട്ടുകാര്യങ്ങൾ പഠിപ്പിക്കൽ, അതിനുവേണ്ട ഉപകരണങ്ങൾ പരിചയപ്പെടൽ, ടൈം മാനേജ്മെന്റ്, ഇതൊക്കെ അതിൽപ്പെടും. അതായത് ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു പോകാൻ വേണ്ട ബേസിക് സ്കിൽസ്. ഉദാഹരണത്തിന് ചില ഡെവലപ്ഡ് രാജ്യങ്ങളിൽ സ്കൂളിൽ തന്നെ ചെറിയ രീതിയിലുള്ള ട്രാഫിക് റൂൾസ്, സൈക്കിൾ ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്ത് ഓടിക്കുന്നത്, പോലീസ് സ്കൂളിൽ വന്ന് കുട്ടികൾക്ക് ട്രാഫിക് നിയമങ്ങൾ ഫോളോ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസുകൾ എന്നതൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയാണ് കുട്ടികൾ വളരുക. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്പോഷർ കിട്ടാതെ കുട്ടികൾ വളരുന്നതിന്റെ പ്രശ്നങ്ങൾ ശരിക്കും നമുക്ക് നമ്മുടെ റോഡുകളിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അടുത്തത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. പുസ്തകത്തിൽ കാണുന്നത് അതുപോലെ കാണാപ്പാഠം പഠിപ്പിക്കുന്നതിന് പകരം എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെ ചോദിക്കാനും ചിന്തിക്കാനും കെൽപ്പുള്ളവരാവുക എന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഗുണം. ഒരു കാര്യം സത്യമാണോ, എവിഡൻസ് ബേസ്ഡ് ആണോ, ഇതിനൊരു മറുവശമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ നമ്മുടെ സ്കൂൾ സിസ്റ്റം കാര്യമായി എൻകറേജ് ചെയ്യാറില്ല. എന്താണോ പുസ്തകത്തിലുള്ളത് അത് പഠിക്കുക എന്നതാണ് ലൈൻ. മാനിപ്പുലേഷനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയാതെ ഫേക്ക് ന്യൂസും വിശ്വസിച്ച് ജീവിക്കാനാണ് അപ്പോൾ നമ്മുടെ വിധി. സ്കൂളുകളിൽ നിർബന്ധമായും പഠിപ്പിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. വളരെ എസെൻഷ്യൽ ആയ, ജീവിതത്തിൽ ഇതില്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ പറ്റാത്ത ഒരു സ്കില്ലാണിത്. എന്നിട്ട് നമ്മുടെ സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കുന്നില്ല. പൊതുവെ ആൺകുട്ടികൾ കുറച്ചൊക്കെ പുറത്തു നിന്നുള്ള എക്സ്പോഷർ കൊണ്ട് ഇത് നേടിയെടുത്താലും അതിന് വഴിയില്ലാത്ത പെൺകുട്ടികൾ ഈ ഒരു കാര്യത്തിൽ പുറകോട്ടാകും. എന്നാൽ സ്കൂളിൽ ഈ ഒരു കാര്യത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്, ടാക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, സേവിങ്സ്, ക്രെഡിറ്റ് കാർഡ്, ഇൻവെസ്റ്റിംഗ്, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ കുറെയൊക്കെ പഠിച്ചിട്ടും ഇവൾക്കൊന്നും അറിയില്ല എന്ന് ഭർത്താവിന്റെ കളിയാക്കൽ സ്ത്രീകൾക്ക് കേൾക്കേണ്ടി വരില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻസ്റ്റാ റീൽ കണ്ടിരുന്നു. 10-12 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ അവന്റെ എക്സിനെ കുറിച്ച് പറയുന്നത് വേറൊരാൾ ഉപയോഗിച്ച വണ്ടി എനിക്ക് വേണ്ട എന്നാണ്. സെക്സ് എഡ്യൂക്കേഷൻ, ജെൻഡർ ഈക്വാലിറ്റി, ഇതൊക്കെ വേണ്ട രീതിയിലൊന്നും സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല എന്നതിന്റെ ഒരു ഉദാഹരണമാണത്. ലീഡർഷിപ്പ് ക്വാളിറ്റി, നല്ല രീതിയിലുള്ള ആശയവിനിമയം, നെറ്റ്വർക്കിംഗ്, ഇങ്ങനെ ഇനിയും ഓർത്താൽ സ്കൂളിൽ പഠിപ്പിക്കാത്ത സ്കിൽസ് വേറെയുമുണ്ട്. ജീവിതത്തിൽ ഈ സ്കിൽ സെറ്റ് ഒക്കെയുള്ളവർ സക്സസ്ഫുൾ ആകാനാണ് സാധ്യത. വെറും പഠനം എന്നതിലുപരി എങ്ങനെയാണ് പണം വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മാനേഴ്സ്, മെച്യൂരിറ്റി, തിങ്കിങ്, ഹെൽത്തി ഹാബിറ്റ്സ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്രിയേറ്റീവ് ആകേണ്ടത്, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊക്കെ പേഴ്സണൽ ഗ്രോത്തിന് എങ്ങനെ സഹായകമാകും എന്നതൊക്കെ അറിയാൻ കഴിഞ്ഞാൽ കൂടുതൽ വിദ്യാർത്ഥികൾ കൂടുതൽ മികച്ച പൗരന്മാരാകുമെന്നതിൽ സംശയമില്ല. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ വെരേഡ് ആപ്പിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ മണി സ്കിൽസ്, ക്രിയേറ്റിവിറ്റി, നല്ല മാനേഴ്സ്, ഹെൽത്തി ഹാബിറ്റ്സ്, അങ്ങനെ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എന്നാൽ സ്കൂളിൽ പഠിപ്പിക്കാത്ത പല കാര്യങ്ങൾ വളരെ സിമ്പിളായും ഇൻട്രസ്റ്റിംഗ് ആയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഈ ആപ്പ് എന്തായാലും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.